അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ മക്കളെ, എന്താണ് നിങ്ങളെ വർത്താനം? നിങ്ങൾ പഠിക്കുന്നുണ്ടോ? നാളെ ഏതാണ് പരീക്ഷ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നാളെ അഖീദയാണ് പരീക്ഷ അല്ലേ? അപ്പോൾ അഖീദയുടെ ഒരു മോഡൽ ചോദ്യപേപ്പർ അഥവാ കഴിഞ്ഞ വർഷത്തെ അഖീദൻ്റെ പരീക്ഷൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ റബ്ബ് ആരാണ്? അള്ളാഹു അല്ലേ? അപ്പൊ ഇതിലെവിടെ അള്ളാഹു എന്നെവിടെ? അത് കണ്ടെത്തണല്ലോ. ഇവിടെ ഉണ്ട് അല്ലേ, അള്ളാഹു ആകുന്നു. അപ്പൊ അതാണ് ഇങ്ങോട്ട് എഴുതേണ്ടത്. ആമിന ബീവി ആരാണ്? നബിന്റെ ഉമ്മയാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ. അപ്പൊ അത് ഇങ്ങോട്ട് എഴുതണം. അടുത്ത അബ്ദുള്ള ആരാ? നബിന്റെ ഉപ്പ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ. അപ്പൊ അത് ഇങ്ങോട്ട് എഴുതാം. മക്കയിൽ എന്താ? മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ. അടുത്ത മദീനയിൽ എന്താണ്? വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. അടുത്തത് 40 വയസ്സായപ്പോൾ നമ്മുടെ നബിക്ക് എന്ത് കിട്ടി? നുബുവ്വത്ത് കിട്ടി അല്ലേ? നുബുവ്വത്ത് കിട്ടി അഥവാ നബിയായി. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എന്താണ്? ഹിജറ പോയി. കണ്ടോ? ഹിജറ പോയി. എങ്ങനെ എഴുതാൻ നോക്കുക എല്ലാവരും? ഹിജറ പോയി. ഹിജറത്ത് എന്ന് എഴുതണം. കണ്ടോ? ഹിജറത്ത്. അവസാനം ഒരു മുട്ട കൊടുക്കണം. കണ്ടോ? മുട്ടത്താഗ് ഉണ്ടോ? അത് കൊടുക്കണം. വെറും ഹിജറ എന്ന് എഴുതിയ പോലെ ഹിജറ പോയി എന്ന് എഴുതണം. പോയി. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 63 വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി. ഇവിടെ ഉണ്ട് വഫാത്തായി എന്നല്ലേ? അതിങ്ങോട്ട് കോപ്പി അടിച്ച് എഴുതിയാൽ മതി. അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് ആര്? മലക്കുകൾ. എഴുതാനറിയോ? നിങ്ങൾക്ക് മലക്കുകൾ എന്ന് എങ്ങനെ എഴുതാനറിയോ? കണ്ടോളൂ നിങ്ങൾ. കൂക്ക 2 കാണ്ട് കേട്ടോ. മലക്കുകൾ എന്ന എഴുതുക, മലക്കുകൾ എന്ന വായിക്കുക. പിന്നെ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ. എല്ലാവർക്കും കിട്ടുന്നത് അല്ലേ? ആർക്കാ വൃത്തിക്ക് ഒരു തെറ്റില്ലാതെ ആരാധിക്കാവൂ എന്ന് എഴുതാനറിയാം? നോക്കൂ നിങ്ങൾ ആരാധിക്കാവിൻ്റെ സ്പെല്ലിങ്. ആദ്യം അലിഫ്, എന്നിട്ട് അലിഫിൻ്റെ മേലൊരു അലിഫ്, പിന്നെ രാക്കൊരു അലിഫ്, പിന്നെ ഒരു അലിഫ്, ആരാ. അടുത്ത ദി, പിന്നെ ഒരു ഹ വേണം. ഇതാണ് വിട്ടുപോലെ പല കുട്ടികളും. ആരാധി. വൂ. 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എഴുതാനായിരിക്കും പ്രയാസം. അതുകൊണ്ട് നന്നായി എഴുതി പഠിക്കുക. അടുത്ത്, മണ്ണിനാൽ പടക്കപ്പെട്ടവർ, ജിന്ന്, മനുഷ്യർ, മലക്കുകൾ. അതായത് ഏതുകൊണ്ടാണ്? മനുഷ്യന്മാരെ പഠിച്ചത് എന്തുകൊണ്ടാണ്? അള്ളാഹു മണ്ണുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യർ. അത് മലക്കുകളിൽ പെട്ടവരാണ്. ആദം അലൈഹിസ്സലാം മലക്കാണോ? ഇദ്രീസ് അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം. ആരാണ് മലക്ക്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. 4 മലക്കിന്റെ പേര് നമുക്ക് പഠിക്കാണ്ട് അല്ലേ? നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നത് ആരാണ്? മലക്കുകളാണോ? അള്ളാഹു ആണോ? സർക്കാരാണോ? അള്ളാഹു അല്ലേ? അടുത്തത്, ഉറക്കമോ ക്ഷീണമോ ഉണ്ടാകില്ല. നബിമാർക്കാണോ? മനുഷ്യർക്കാണോ? മലക്കുകൾക്കാണോ? മലക്കുകൾക്ക്. അള്ളാഹു നമുക്ക് കാണാൻ തന്നു. മൂക്ക തന്ന് കാണാൻ? കണ്ണാണോ കയ്യാണോ? ഏതാ ശരി? കണ്ണ് തന്നു അല്ലേ? അടുത്ത ചോദ്യം എന്താണ്? കാണുന്നവയും കാണാത്തയും വേർതിരിക്കാനോ? മദ്രസ കണ്ണുകൊണ്ട് കാണാൻ കഴിയോ? എന്നാ ഇവിടെ ഇത്. മലക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയോ? ഇല്ല. അപ്പൊ ഇവിടെ ഇത്. പേന കാണാൻ കഴിയോ? ഇവിടെ ഇത്. പിശാജ് പറഞ്ഞ എന്താ? ഷെയ്ത്താന്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ? അപ്പൊ കാണാൻ കഴിയില്ല. ജിന്ന് പറഞ്ഞ മനുഷ്യന്മാരെ പോലെ അള്ളാഹു പഠിച്ചൊരു സാധനമാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയോ? ഇല്ല. അപ്പൊ അതും കാണാത്തതിൽ. മനുഷ്യനെ കാണാൻ കഴിയോ? അപ്പൊ കാണുന്നതിൽ. ഓക്കെ. അടുത്ത്, സൃഷ്ടികളിൽ 3 വസ്തുക്കളുടെ പേരെഴുതാം. അപ്പൊ അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളുടെ പേരെഴുതാനാണ്. അപ്പൊ ഇവിടെ തന്നെ ഉണ്ട് അതിന്റെ ഉത്തരം. ഇത് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ തന്നെ അതിന്റെ ഉത്തരമായി. മദ്രസ, മലക്ക്, പേന, ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചല്ലേ? അങ്ങോട്ട് എഴുതിയാൽ മതി. അടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെന്താണ്? മുഹമ്മദ്. എഴുതുന്ന എല്ലാവർക്കും അറിയാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ് ആര്? മലക്കുകൾ. അടുത്ത്, ആരാധനക്ക് ഡാഷ് മറ്റാരുമില്ല. എന്താ ഉത്തരം? ആരാധനക്ക് അർഹൻ. കണ്ട സ്പെല്ലിംഗ് കണ്ടോ? അർഹൻ. അള്ളാഹു എങ്ങനെ എഴുതുക? അല്ലാതെ. അപ്പൊ ഇത് നന്നായി എഴുതി പഠിക്കട്ടോ. അള്ളാഹു നമുക്ക് നടക്കാൻ എന്ത് തന്നു? കാല് തന്നു. ചില കുട്ടികൾ കാല് ഇങ്ങനെ എഴുതല്. ഇതെന്താ വായിക്കുക? കൽന്ന വായിക്കുക. കാലിനാവില്ല. അതായത് ലാമിനോട് അലിഫ് മുട്ടിക്കാൻ പാടില്ല.
അലിഫ് ലാം എന്താൻ പാടില്ല, മുട്ടിക്കാൻ. ഇതുപോലെ എഴുതണം. ഇത് തെറ്റാണ്. അടുത്തത് എല്ലാം ഡാഷ് അല്ലാഹു, എന്നും ഡാഷ് അല്ലാഹു. എന്താ പാട്ട്? എല്ലാം കാണും അല്ലാഹു, എല്ലാം കേൾക്കും അല്ലാഹു, എല്ലാം അറിയും അല്ലാഹു, എന്നും ഉള്ളവൻ അല്ലാഹു. ഇനി നമുക്ക് അപ്പോൾ ചോദ്യപേപ്പർ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം, പ്രധാനപ്പെട്ടത്. ഇവിടെ സൃഷ്ടികളിൽ 5 വസ്തുക്കളെ പേരെഴുതാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളോട് ഈ ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് എഴുതണം? ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് കുറേ സാധനത്തിൻ്റെ പേരറിയാം, പക്ഷെ അറിയുന്ന സാധനത്തിൻ്റെ പേര് എഴുതാൻ കഴിയൂല. അതുകൊണ്ട് നിങ്ങൾ എഴുതാൻ കഴിയുന്ന വാക്കുകൾ ഇവിടുന്ന് പഠിക്കുക. ഇതാ പൂക്കൾ പഠിക്കുക, എഴുതാൻ പഠിക്കുക. പൂക്കൾ, പൂക്കൾ. അടുത്ത മലകൾ, എങ്ങനെ എഴുതുക? മലകൾ, മലകൾ. മലക്കൾ എന്ന് എഴുതുക, മലക്കൾ. അടുത്ത് ഭൂമി എന്നെങ്ങനെ എഴുതുക? ബാ എഴുതിയിട്ട് ഒരു ഹൂ ആണ്, ഭൂമി. കണ്ടോ? ആകാശം, എങ്ങനെ എഴുതുക? ആകാശം. ഇങ്ങനല്ല ആ എഴുതല്, പിന്നെ ആ ഇങ്ങനെ എഴുതുന്നുണ്ട്, ആകാശം. പിന്നെ മഴ, വർഷിപ്പിക്കുന്നതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണ്. അപ്പോൾ ഈ പാഠത്തിൽ അതാണ് പഠിക്കേണ്ടത്. നിങ്ങൾ നന്നായി എഴുതി പഠിക്കണം. ഇന്ന് രാത്രി ഇരുന്നിട്ട് നന്നായി എഴുതി പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി പഠിക്കട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ഈ പാഠത്തിൽ വരുന്നതാണ്, അള്ളാഹു നമുക്ക് വസിക്കാൻ എന്ത് തന്നു? ഭൂമി തന്നു. അള്ളാഹു നമുക്ക് കുടിക്കാൻ എന്ത് തന്നു? വെള്ളം തന്നു. അപ്പോൾ അള്ളാഹു നമുക്ക് ഡാഷ് വെള്ളം തന്നു, കുടിക്കാൻ. എങ്ങനെ കുടിക്കാൻ എഴുതാൻ നോക്കുക? കുടിക്കാൻ. കണ്ടോ? എങ്ങനെ? ടി 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 എങ്ങനെ എഴുതുക? നമ്മളെ ദാലുണ്ടല്ലോ, ദാല്, അതിന് അടിയിൽ പുള്ളി കൊടുക്കുക. അപ്പം എന്തായി? ടീ എന്നായത്, കുടി, കുട്ടി, കുടിക്കാൻ. ശ്വസിക്കാൻ എന്ത് തന്നു? വായു തന്നു. കഴിക്കാൻ എന്ത് തന്നു? ഭക്ഷണം തരുന്നു. നമ്മുടെ റബ്ബ് ആരാണ്? അള്ളാഹു ആണ്. അള്ളാഹുവിനെ മാത്രമേ നാം അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ അറിയോ? ഒന്ന് എഴുതി നോക്കുക എല്ലാവരും, അള്ളാഹു. എത്ര ആൾക്ക് തെറ്റുണ്ട് നോക്കാലോ. കണ്ട നിങ്ങൾ, അള്ളാഹു ഇങ്ങനെ എഴുതണ്ട. ആ എഴുതിയിട്ട് പിന്നെ 2 ലാം എഴുതണം. ഒരു ലാം പിന്നെ ഒരു ലാം, എന്നിട്ട് അതിന് ഷദ് കൊടുക്കുക. എന്നിട്ട് പിന്നെ എന്ത് കൊടുക്കുക? ഒരു ഹാ കൊടുക്കുക. തുടക്കത്തിൽ ആ കൊടുക്കുക, അള്ളാഹു. കണ്ടോ? ഇങ്ങനെയാണ് അള്ളാഹു എന്ന് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ എഴുതി പഠിക്കണം. പിന്നെ ഇത് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നാണ്. നമുക്ക് കാണാൻ എന്ത് തന്നു? കണ്ണ് തന്നു. അള്ളാഹു നമുക്ക് കേൾക്കാൻ എന്ത് തന്നു? ചെവി തന്നു. ചെവി എന്ന് എഴുതാൻ അറിയില്ലായിരിക്കും? ചെവി, ഇങ്ങനെ എന്ന് എഴുതുക, വി, ചെവി. കണ്ടോ? ചെവി. അടുത്തത് അള്ളാഹു നമുക്ക് സംസാരിക്കാൻ എന്ത് തന്നു? നാവ് തന്നു, നാവ്. അള്ളാഹു നമുക്ക് പിടിക്കാൻ കൈ തന്നു. കൈ എഴുതാൻ അറിയില്ല എല്ലാവർക്കും? അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു. പിന്നെ ഈ പാട്ട് കാണാതെ പഠിക്കുക. പിന്നെ എന്നും ഉള്ളവൻ അള്ളാഹു, പിന്നെ എല്ലാം കാണുന്നവൻ അള്ളാഹു, എല്ലാം അറിയുന്നവൻ അള്ളാഹു, കുടിക്കാൻ വെള്ളം തരുന്നു, ശ്വസിക്കാൻ വായു തരുന്നു, എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു. അപ്പം അറിയുന്നവൻ എഴുതാൻ പഠിക്കുക, കാണുന്നവൻ, ഉള്ളവൻ, ഇതൊക്കെ എഴുതാൻ പഠിക്കണം കേട്ടോ. അടുത്ത പാഠം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠം അല്ലേ. ഇവിടെ പ്രധാനപ്പെട്ടത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചുവപ്പൊക്കെ എഴുതാൻ പഠിക്കണം. മക്ക എഴുതാൻ പഠിക്കുക. അബ്ദുള്ള എങ്ങനെ എഴുതാൻ നോക്കുക. നബിൻ്റെ ഉമ്മാൻ്റെ പേര് ആമിനബിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആമിന എന്ന് എഴുതുമ്പോൾ എന്ത് എഴുതണം? അലിഫ് എഴുതിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ എന്ത് എഴുതണം? അവസാനം ഹാത്താവ് വരണം, എന്നാലേ ആമിന എന്നുള്ളത് ശരിയാവുള്ളൂ. ഇവിടെ നോക്കുക നിങ്ങൾ, മി, ആമിന. ചില കുട്ടികൾ ഇങ്ങനെയാണ് ആമിന എഴുതൽ. ഇതിൽ 2 തെറ്റുണ്ട്. ഒന്ന് ആ തെറ്റിയിട്ടുണ്ട്, ആ ഇങ്ങനെ എഴുതുന്നുണ്ട്, ഇങ്ങനെ സാധനം വേണം, ആ. പിന്നെ അവസാനം എന്ത് വേണം? ഇങ്ങനെ വേണം. ഇപ്പോഴാണ് ആമീൻ ആയത്. ഇനി ചില കുട്ടികൾ മക്ക എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, മക്ക. ഇതിൽ എത്ര തെറ്റുണ്ട്? 2 തെറ്റുണ്ട് ഇതിൽ. ഒന്ന്, ഈ അക്ഷരമല്ല ഇവിടെ വേണ്ടത് അല്ലേ. ഏതാണ്? ഈ കാഫാണ് വേണ്ടത്. എന്നിട്ട് അതിന് ഷദ് കൊടുക്കണം. ഇപ്പം ശരിയായോ? ഇല്ല, എപ്പോഴും ശരിയായിട്ടില്ല. ഇനി എന്ത് കൊടുക്കണം? ഇവിടെ ഹാത്താവ് കൊടുക്കണം. ഇപ്പോഴാണ് മക്ക എന്നായത്. ഇങ്ങനെ മക്കളെ കൊണ്ട് നന്നായി എഴുതി പഠിപ്പിക്കണം. പിന്നെ നുബുവത്ത്, എത്രാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത്? 40 വയസ്സായപ്പോൾ നുബുവത്ത് കിട്ടി. 40 നുബുവത്ത്, 40 നുബുവത്ത്, 40 നുബുവത്ത്. നുബുവത്ത് എന്നെങ്ങനെ എഴുതുക? നുബുവത്ത്. ഇതിൽ എത്ര തെറ്റുണ്ട്? 2 തെറ്റുണ്ട് ഇതിൽ. ഒന്ന് ഇവിടെ ഷദ്ദുവാണ്, നുബുവ.
പിന്നെ താ ഇതല്ല വേണ്ടിയത്, നമ്മളാ മുട്ടയാണ് വേണ്ടിയത്. മുട്ട അറിയുന്നത് മുട്ട, ഇതാണ് മുട്ടത്താഗ് നുബുവ്വത്ത്. ഇനി മക്ക എന്ന് എഴുതുമ്പോഴും മദീന എന്ന് എഴുതുമ്പോഴൊക്കെ എന്ത് വേണം? അവസാനം താഗ് വേണം. പിന്നെ അബ്ദുള്ള എന്ന് എഴുതുന്ന ചില കുട്ടികൾ ഇങ്ങനെ അബ്ദുള്ള എഴുതില്ല. അബ്ദുള്ള ഇതിലെവിടെ തെറ്റ്? ഇവിടെയാണ് തെറ്റ്. അലിഫല്ല വേണ്ടി, എന്താ വേണ്ടി? ഐനാണ് വേണ്ടി. അബ്ദുള്ള. പിന്നെ അള്ളാഹു ഞാൻ പറഞ്ഞു മക്ക ഉമ്മ ആമിന ബീവി പിന്നെ 40 വയസ്സായപ്പോൾ നുബുവത്ത് ലഭിച്ചു. ലഭിച്ചു എന്നെങ്ങനെ എഴുതാ നോക്കല്ല, ലഭിച്ചു. 53 വയസ്സായപ്പോൾ ഹിജ്റ പോയി, ലഭിച്ചു. കണ്ടോ? ലഭിച്ചു. എത്രാമത്തെ വയസ്സിലാണ് ഹിജ്റ പോയത്? 53. എത്രാമത്തെ വയസ്സിലാണ് വഫാത്തായത്? 63. അപ്പം എത്ര വയസ്സ് പഠിക്കണം? 3. 40, 53, 60. 40 എന്താണ്? 40 മക്കയിൽ നിന്ന് നുബുവത്ത് ലഭിച്ചു. 53 മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. 63 വയസ്സായപ്പോൾ മദീനയിൽ എന്തായി? വഫാത്തായി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഴുതി പഠിക്കുക. പിന്നെ ഇവിടെ പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യം ഇത് പൂരിപ്പിക്കാനാണ്, മാച്ച് ചെയ്യാൻ. 40 വയസ്സായപ്പോൾ നുബുവത്ത് കിട്ടി. മക്കയിൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. മദീനയിൽ വഫാത്തായി. ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ. പിന്നെ അബ്ദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ. പിന്നെ ഈ പാട്ട് എന്ത്? നമ്മുടെ നബി അവർ ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഈ പാട്ട് നിങ്ങൾ പഠിക്കുക. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയുടെ ഉപ്പ അബ്ദുള്ള, ആമിന ബീവി പൊന്നുമ്മ. 40 വയസ്സിൽ നബിയായി, മാനവർക്കാകെ ഗുണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത് അങ്ങോട്ടാണ്? മദീനയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് 63 വയസ്സിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ ആര്? ഉപ്പ അബ്ദുള്ള, ഉമ്മ ആമിന ബീവി. നമുക്ക് 4ാമത്തെ പാഠം, അവസാനത്തെ പാഠം. ഒന്നാമത് പഠിക്കണം നിങ്ങൾ മലക്കുകൾ എങ്ങനെ എഴുതാൻ പഠിക്കാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് പ്രകാശം എങ്ങനെ എഴുതാൻ പഠിക്കാം. പ്രകാശം പ്ര എഴുതാൻ അറിയില്ലായിരിക്കും. ക്ര എന്നൊക്കെയുള്ള അക്ഷരങ്ങൾ എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ചില കുട്ടികൾ ഇങ്ങനെ എഴുതും, പാറ. ഇത് പറ എന്നാ വായിക്കുക, പാറ. ഇത് പ്രാന്നായോ? ഇല്ല. പ്രാന്നാവണം ഇവിടെ 0 സുക്കൂനുമാണ്. ഇപ്പോഴാണ് പ്രാന്നായത്. പ്രകാശം സൃഷ്ടിച്ചവരാണ്. കണ്ടോ? അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ. അവരെ നമുക്ക് കാണാൻ കഴിയില്ല. മലക്കുകളെ നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല. മലക്കുകൾക്ക് ഭക്ഷണമോ വെള്ളമോ വേണ്ട എന്ന് എഴുതാൻ പഠിക്കുക. ഭക്ഷണം നെയ്താൻ പഠിക്കുക, വെള്ളം നെയ്താൻ പഠിക്കുക. ഭക്ഷണമോ നെയ്തുമ്പോൾ ബാഹ് കഴിഞ്ഞിട്ട് ഹാവ് ആണ്. ഉറക്കമോ ക്ഷീണമോ ഉണ്ടാകില്ല. അവർ എപ്പോഴും അള്ളാഹുവിനെ വഴിപ്പെടുന്നവരാണ്. അള്ളാഹുവിന് അവർ എതിര് ചെയ്യുന്നവരല്ല. അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അവരിൽ ഏറ്റവും പ്രധാനികളായി താഴെ പറയുന്നവർ. 4 മലക്കിന്റെ പേര് എഴുതാൻ പഠിക്കല്ലാരും. ജിബ്രീൽ അലൈഹിസ്സലാം എഴുതാൻ അറിയോ? ജിബ്രീൽ, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാം. അലൈഹിസ്സലാം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിന് നിങ്ങൾ ബേജാറാവണ്ട. അത് നിങ്ങൾ ഐന് നെയ്തിയാൽ മതി. ഐന് ബ്രാക്കറ്റിൽ ഐന് നെയ്തിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതിന് നിങ്ങൾ ബേജാറാവണ്ട. ഇവിടെ നിങ്ങൾ എഴുതാൻ പഠിക്കേണ്ടത് എന്താണ്? അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. എഴുതാൻ പഠിക്കുക, അറിയുകയുള്ളൂ. കണ്ടോ? അറിയുകയുള്ളൂ. അവർ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ്. എഴുതാൻ പഠിക്കുക, വഴിപ്പെടുന്നവരാണ്. പിന്നെ എതിര് ചെയ്യുന്നവരല്ല. പിന്നെ ക്ഷീണമും ഉണ്ടാകില്ല. അതൊക്കെ എഴുതാൻ പഠിക്കണം നിങ്ങൾ. ഇനി ആരാണ് മലക്കുകൾ? പ്രകാശത്താൽ അള്ളാഹു പടച്ച പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. ഇതിൽ പ്രത്യേക സൃഷ്ടി, ഇത് രണ്ടും എഴുതാൻ പഠിക്കുക. ഷ്ടി എങ്ങനെ എഴുതാ? ഷീൻ, ഷ്ടി. കണ്ടോ? അപ്പോൾ അതൊക്കെ എഴുതാൻ പഠിക്കുക. ഇനി ഇവിടെ ചോദ്യം നോക്കുക. മലക്കുകൾ പെട്ടവരാണ് ആരാ? മനുഷ്യർ, ഇസ്രാഫീൽ, അള്ളാഹു. 4. അള്ളാഹു ആണോ? അള്ളാഹു മലക്കാണോ? അല്ല. മലക്കുകളെ പഠിച്ച ആളാണ് ആര്? അള്ളാഹു. അപ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ്. ഇവിടെ 4 മലക്കിന്റെ പേരില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാം. അപ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാം. നാം പഠിച്ച മലക്കുകളുടെ എണ്ണം എത്രയാണ്? 4. മണ്ണിനാൽ പടക്കപ്പെട്ടവരാണ് ആര്? മനുഷ്യർ. മലക്കുകളുടെ എണ്ണം അറിയുന്നവർ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. കാണുന്നതും കാണാത്തതും. കണ്ടോ? പരീക്ഷയ്ക്ക് വരും. ഇത് വന്നല്ലോ, കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നു. ഇപ്പം നിങ്ങൾ കാര്യമായിട്ട് പഠിക്കേണ്ട, എഴുതി പഠിക്കുക. ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ ഈ ചോദ്യ പേപ്പറിൽ കണ്ടില്ലേ? ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് വരിക.
ഇതിലൊന്നും വലിയ മാറ്റമില്ല. കാരണം ഇതിനപ്പുറത്ത് പുതിയ ചോദ്യങ്ങൾക്കൊന്നും അവിടെ സ്ഥലമില്ല. ഈ സാഹചര്യം, ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് വൃത്തിക്ക് തെറ്റുകൂടാതെ എഴുതാൻ കിട്ടുന്നുണ്ടോ? അവിടെയാണ് 2ാം ക്ലാസ്സിൻ്റെ വിജയം. അതുകൊണ്ട് മക്കൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ അടിവരട്ട, എൻ്റെ പുസ്തകത്തിൽ ഈ അടിവരട്ട വാക്കുകളൊക്കെ നിങ്ങൾ എഴുതി നോക്കണം. അത് നിങ്ങൾ ഇങ്ങനെ എഴുത്ത് പഠിക്കാൻ ഇങ്ങനെ വിരലുകൊണ്ട് ആദ്യം എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതിയത് പുസ്തകം നോക്കിയിട്ട് ശരിയാണോ നോക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് 2ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ ജയിക്കാൻ കഴിയുള്ളൂ. മലക്കുകളെ പറ്റി എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം? പ്രകാശത്താൽ പടക്കപ്പെട്ടവരാണ്. അവർക്ക് എന്താണ്? ഭക്ഷണമോ വെള്ളമോ വേണ്ടാത്തവരാണ്. എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ്. പിന്നെ കാണപ്പെടാത്ത സൃഷ്ടികളാണ്. ഉറക്കമോ ക്ഷീണമോ ഇല്ലാത്തവരാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ 4ാം പാഠം. അപ്പോൾ ഇൻഷാ അള്ളാഹ് എല്ലാവരും നല്ല മാർക്കോടെ പാസ്സാവുക. അസ്സലാമു അലൈക്കും.